ഹായ് ഫ്രണ്ട്സ്, കുറേ ദിവസമായി ഒന്ന് സംസാരിക്കണമെന്ന് വിചാരിക്കുന്നു എല്ലാവരോടും. ഒത്തിരിയായി ഒരു വീഡിയോ ഇങ്ങനെ ഇട്ടിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെ വേറൊരു കാര്യം പറയാം. ഞാനിപ്പം ഒരു കാഷ്വൽ ടോക്കാണ് നടത്തുന്നത്. അപ്പം വണ്ടിയുടെ ഒച്ച കേൾക്കാം, പട്ടിയുടെ ഒച്ച കേൾക്കാം, പൂച്ചയുടെ ഒച്ച കേൾക്കാം. ഇവിടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒച്ച കേൾക്കാൻ ഡിസ്റ്റർബൻസ് ആവുമെന്ന് അറിയാം, പക്ഷേ നിവർത്തിയില്ല. അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇതിനിടയ്ക്കുള്ള ഒച്ചകളൊക്കെ കേൾക്കുവാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. പിന്നെ വിഷു അല്ലായിരുന്നോ? വിഷുവൊക്കെ എല്ലാവരും ആഘോഷിച്ചോ? നന്നായിട്ട് എല്ലാവരും നന്നായി ആഘോഷിച്ച് കാണും. ഞാൻ വലിയ ആഘോഷമൊന്നും ഇല്ലായിരുന്നു. അമ്പലപ്പുഴ അമ്പലത്തിൽ പോയി കൃഷ്ണനെ കണ്ടു തൊഴുതു, അത്രയേ ഉള്ളൂ. അതിനപ്പുറം നമ്മുടെ സങ്കടങ്ങളൊക്കെ ഒന്ന് ചെന്ന് അവിടെ ചെന്നൊന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ആഘോഷമായിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ വിഷ് കൈ നീട്ടം, എനിക്ക് സത്യം പറഞ്ഞാൽ ആരുടെയും കയ്യിൽ നിന്ന് വിഷ് കൈ നീട്ടം കിട്ടിയില്ല. പിറ്റേ ദിവസം എങ്ങാണ്ടാണ് അതിൻ്റെ പിറ്റേ ദിവസം എങ്ങാണ്ടാണ് ശരിയാണ് എനിക്ക് വിഷ് കൈ നീട്ടം കിട്ടുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വിഷ് കൈ നീട്ടം കിട്ടിയില്ല. ഞാനും അങ്ങനെ ആർക്കും കൊടുത്തില്ല. മോന് മാത്രമേ വിഷ് കൈ നീട്ടം കൊടുത്തുള്ളൂ. അല്ലാണ്ട് വേറെ ആർക്കും ഞാൻ വിഷ് കൈ നീട്ടം കൊടുത്തില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് പിന്നെ എൻ്റെ കസിൻ്റെ കല്യാണമായിരുന്നു. തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു കല്യാണം. അപ്പോൾ കല്യാണം കൂടി എല്ലാ കസിൻസും എല്ലാവരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് തകർത്തു എന്ന് വേണം പറയാനായിട്ട്. പാർട്ടി ഉണ്ടായിരുന്നു, റിസപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ റിസപ്ഷനാണെങ്കിൽ തകർത്തു. ശരിക്കും ഡാൻസ് ആയിരുന്നു, എൻജോയ് ചെയ്യുമായിരുന്നു. മീൻസ് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ചേർന്നിട്ടൊക്കെ ഡാൻസ് കളിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു വൈബായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. നമുക്കെങ്ങനെയൊക്കെയല്ലേ ഒരു സന്തോഷം കിട്ടുക. എപ്പോഴും ദുഃഖിച്ചും സങ്കടപ്പെട്ടും അല്ലെങ്കിൽ വിഷമിച്ചും ഒക്കെ ഇരിക്കുന്നവർ എപ്പോഴും നമ്മൾ ഒത്തിരിയും പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട് ഫാമിലിയിലും അല്ലാണ്ടുമൊക്കെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സന്തോഷമായിട്ട് പോകുമ്പോഴാണ് അതിനൊരു ഇത്. അപ്പം നമ്മൾ മാക്സിമം സന്തോഷമായിട്ട് പോവുക, ആരെയും വേദനിപ്പിക്കാതിരിക്കുക. നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ അത് നമുക്ക് കിട്ടുന്ന നമുക്കും അതുപോലെ തന്നെ ദോഷങ്ങൾ വരും. അതുകൊണ്ട് നമ്മൾ മാക്സിമം ആരെയും വേദനിപ്പിക്കാതെ സന്തോഷമായിട്ട് പോവുക. അപ്പം നമുക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന സമയങ്ങളൊന്നും നമ്മൾ അവോയ്ഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ വീടാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ് ഫങ്ഷൻ നടന്നത്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാവരും പൊളിയാണ്, എല്ലാവരും വൈബാണ്, ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, അത്ര രസമാണ്. അങ്ങനത്തെ ഒരു ഫാമിലിയൊക്കെ എനിക്ക് തോന്നുന്നു ചുരുക്കേ കാണുകയുള്ളൂ എന്ന് തോന്നുന്നു. അതുപോലെയാണ്, എല്ലാവരും ഒന്നിനൊന്നും വെച്ചാണ്. എല്ലാവരും കൂടെ തകർക്കുമായിരുന്നു. ഇതിനു മുമ്പും അതെ, ചേട്ടൻ്റെ മോൻ്റെ മൂത്തയാളുടെ കല്യാണത്തിനും ഇതുപോലെ തകർപ്പായിരുന്നു, ഭയങ്കര തകർപ്പായിരുന്നു. അന്ന് പിന്നെ ലേറ്റ് നൈറ്റ് വരെയും ഞങ്ങൾ തകർക്കുമായിരുന്നു. പക്ഷേ അതുപോലെ ഇപ്പോൾ പറ്റിയില്ലല്ലോ. ഇപ്പോൾ ഫങ്ഷനൊക്കെ 10 o'clock ആകുമ്പോൾ നിർത്തണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വന്നതുകൊണ്ട് 10 o'clock ആയപ്പോഴത്തേക്കും നമ്മൾ ക്ലോസ് ചെയ്തു. എങ്കിൽ പോലും എല്ലാവരുമായിട്ടുള്ളൊരു മിംഗ്ലിങ് ഭയങ്കരമായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അച്ഛൻ്റെ വീടെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഇങ്ങനെ നമ്മുടെ ഹാർട്ടിനോട് ചേർത്താണ് വെച്ചിരിക്കുന്നത്. അത്രയ്ക്കും ഭയങ്കര ഒരു ഇഷ്ടമാണ്. അച്ഛൻ്റെ വീട് എന്ന് പറയുമ്പോൾ തന്നെ, അച്ഛൻ്റെ വീട്ടുകാർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഇതാണ് എന്ന് കരുതി അമ്മ വീട്ടുകാരോട് ഇഷ്ടമില്ല എന്നല്ല കേട്ടോ, എല്ലാവരോടും ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഒരു വൈബ് വേറൊന്നാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. എല്ലാവരുമായിട്ട് തകർക്കാൻ കിട്ടുന്ന സമയങ്ങളൊന്നും ഞങ്ങൾ പാഴാക്കാറില്ല, അതാണ് സത്യം. ഞാൻ എല്ലാവരോടും വർത്തമാനം പറയുകയും എല്ലാവരോടും ചിരിക്കുകയും എല്ലാവരോടും സംസാരിക്കുകയും എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ ഞാൻ ദുഃഖങ്ങൾ എന്ത് വന്നാലും ഞാൻ അതിനെയൊക്കെ തരണം ചെയ്തു പോവും. എനിക്ക് അതിനുള്ളൊരു കഴിവ് ദൈവം തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. മീൻസ് നമ്മൾ എന്ത് പ്രശ്നം വന്നാലും അതിനെ തരണം ചെയ്യാനുള്ളൊരു മൈൻഡ് എനിക്കുണ്ട്. അങ്ങനെയാണ് ഞാൻ ശരിക്കും ഇങ്ങനെ സന്തോഷിച്ച് പോകുന്നതാണ്. പിന്നെ എല്ലാവരും പറയാറുണ്ട്, എന്നോട് സംസാരിക്കുമ്പം സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക് കൂടെ ഒരു പോസിറ്റീവ് എനർജി കിട്ടാറുണ്ടെന്ന്. അതെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ചിലപ്പോൾ എല്ലാവരും സന്തോഷിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തി ആയതുകൊണ്ടായിരിക്കാം. പലരും എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്.
എപ്പോഴും ചിരിച്ചുകൊണ്ടേ നടക്കുകയുള്ളൂ ഞാൻ. അത് ശരിയാണ്, ഞാൻ ഭയങ്കരമായിട്ടും ചിരിച്ചുള്ള ഒരു ഫേസാണ് എനിക്ക് എത്ര സങ്കടം വന്നാലും ഞാൻ എപ്പോഴും ചിരിച്ച് സന്തോഷിച്ചേ നടക്കാറുള്ളൂ. പക്ഷേ മറ്റാർക്കും ആ ദുഃഖം പകർന്നു കൊടുക്കാൻ ശ്രമിക്കാറില്ല. പിന്നെ അത്രയ്ക്ക് നമുക്ക് വേണ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ നമുക്ക് അത്രയ്ക്ക് നമ്മൾ ഇങ്ങനെ എല്ലാം പറയാമെന്ന് തോന്നുന്ന ആൾക്കാരോട് മാത്രമേ ഞാൻ എൻ്റെ സങ്കടം ഷെയർ ചെയ്യാറുള്ളൂ. അങ്ങനെ അധികം ഞാൻ ആരോടും അങ്ങനെ ഷെയർ ചെയ്യാറില്ല. എനിക്കെൻ്റെ ചേച്ചിയാണ് എൻ്റെ ചേച്ചിയോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തിരിക്കുന്നത്. എന്തുണ്ടെങ്കിലും പറയുന്നത് എൻ്റെ ചേച്ചിയോടാണ്. ചേച്ചിക്ക് അറിയാൻ പറ്റാത്ത ഒന്നും ഉണ്ടാകത്തില്ല. അതുപോലെയാണ് എൻ്റെ നേരെമുത്ത ചേച്ചിയോട് ഞാൻ എല്ലാം പറയാറുണ്ട്. ചേച്ചിക്കും അത് അറിയാം. അത് കുഞ്ഞിലേ തൊട്ടേ ഞങ്ങൾ കൂട്ടുകാരെ പോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ ചേച്ചിയോട് എന്തുണ്ടെങ്കിലും തുറന്നു പറഞ്ഞ് അങ്ങനെയാണ് എൻ്റെ ലൈഫ്. അപ്പം ഒരിക്കലും ഞാനൊരു ആരെയും വേദനിപ്പിക്കാൻ ശ്രമിക്കാറില്ല. അറിഞ്ഞുകൊണ്ട് വേദനിപ്പിച്ചിട്ടില്ല. ഇനി അറിയാതെ ആർക്കെങ്കിലുമൊക്കെ വേദന കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ മാക്സിമം ക്ഷമിക്കും. മാക്സിമം എന്ന് പറഞ്ഞാൽ മാക്സിമം ക്ഷമിക്കും. പക്ഷേ തലയ്ക്ക് എറിയാൻ ഞാനിട്ട് വിട്ടു കൊടുക്കാറുമില്ല. അതും എൻ്റെ ഒരു വേറൊരു നേച്ചറാണ്. അങ്ങനെ ഞാൻ ആർക്കും ഒരു പ്രശ്നം നമ്മളുടെ അടുത്തേക്ക് വന്നാൽ നമ്മൾ മാക്സിമം നമ്മൾ അതിനെ തരണം ചെയ്ത് നിൽക്കാറുണ്ട്. പിന്നെ തലയിലൊക്കെ കയറി നമ്മളെ ഉപദ്രവിക്കാൻ വന്നാൽ ഞാനത് വേണ്ട വഴി മുന്നോട്ട് പോകും. അത്രയ്ക്കും അതിനുള്ളൊരു പവറും കൂടെ മനസ്സിനുണ്ട്. അതുകൊണ്ട് അത് അങ്ങനെ വലിയ പ്രശ്നങ്ങളുള്ള ഒരാളുമല്ല. അപ്പം ഞാനിതൊക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷങ്ങൾ വേണം. നമുക്കൊക്കെ കുറച്ച് കാലമേ ഉള്ളൂ ദൈവം നമുക്കൊക്കെ ഒരു മനുഷ്യജന്മം തന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഇതിനു മുമ്പും വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു ജന്മം നമ്മൾ മാക്സിമം സന്തോഷിച്ച് ആരെയും ദ്രോഹിക്കാതെ സന്തോഷമായിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം നമ്മൾ നമ്മുടെ സന്തോഷങ്ങൾ കണ്ടെത്തുക, അതൊന്നും കളയാതിരിക്കുക എപ്പോഴും. പിന്നെ ഇപ്പം നമ്മൾ ഓർക്കും എല്ലാം ഭയങ്കര ഇത് എന്തിനാ ഇതിന് മാത്രം സന്തോഷിക്കുക, അല്ല എന്തിനാ മാത്രം നമ്മളെന്തിനാ ദുഃഖിച്ചിട്ട് എന്താ കാര്യം? ഒന്നുമില്ല. പിന്നെ സന്തോഷിക്കുന്നതല്ലേ ഏറ്റവും കൂടെ നല്ലത്. മനസ്സിനൊന്നും ഇല്ലെങ്കിലും കുറച്ചുകൂടെയൊക്കെ നമ്മൾ സന്തോഷിക്കുന്നതനുസരിച്ച് നമ്മുടെ ഹോർമോൺസിൽ ചേഞ്ചസ് വന്ന് നമ്മുടെ ആരോഗ്യം നന്നായിരിക്കും. അപ്പം നമ്മൾ വിഷമിക്കും തോറും നമ്മുടെ ഹോർമോൺസ്, ചീത്ത ഹോർമോൺസൊക്കെ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം നമ്മൾ ഓൾറെഡി പിന്നെ ഒന്നുകൂടെ ഡള്ളാവുകയാണ് ചെയ്യുന്നത്. ഒരാളുമായിട്ട് വഴക്കിട്ട് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമ്മുടെ പോയി അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു വഴക്കോ ഒന്നുമില്ലാതെ എല്ലാവരുമായിട്ട് ഹാപ്പി ആയിട്ട് പോവുകയാണെങ്കിൽ തന്നെ നമ്മുടെ ലൈഫ് നമുക്ക് നേരെ നിർത്താൻ പറ്റും. മാക്സിമം അതാണ്. ജീവിതത്തിൽ ഒത്തിരിയും പ്രശ്നങ്ങൾ നേരിട്ടിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രായത്തിൽ തന്നെ, ചെറിയ പ്രായമല്ല, ഈ ഒരു പ്രായത്തിൽ തന്നെ ഞാൻ ഒത്തിരി പ്രശ്നങ്ങൾ നേരിട്ടിട്ടുള്ള പക്ഷേ നിങ്ങളൊക്കെ വിചാരിക്കും എന്തെന്ന് നേരിടാം. ഇല്ല, ഞാൻ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ എൻ്റെ വീട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളെല്ലാം നേരിട്ടിട്ടുള്ള വ്യക്തി തന്നെയാണ്. എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളൂ. പക്ഷേ പലരും അത് നല്ലതാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടൊക്കെ ഉള്ളവരുണ്ടാകാം. അതെൻ്റെ ഒരു വിഷയമല്ല. ഞാൻ അതിനെ ബോധേഡാവുന്നില്ല. നല്ലതിന് വേണ്ടിയിട്ട് ഞാൻ നിന്നിട്ടുള്ള, ആർക്ക് വേണ്ടിയിട്ടും ആരെയും ദ്രോഹിക്കാൻ ഞാൻ കൂട്ടു നിൽക്കത്തില്ല. അതിനെനിക്ക് ഈ ജന്മത്തിൽ സാധിക്കത്തില്ല. അതാണ് എൻ്റെ ഒരു ക്യാരക്ടർ. എൻ്റെ അച്ഛൻ്റെ സ്വഭാവവും എൻ്റെ അമ്മയുടെ സ്വഭാവവും ഏകദേശം അതായിരുന്നു. ആർക്കും ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല, നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എല്ലാവരോടും നല്ല സ്നേഹമായിട്ട്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛനെക്കുറിച്ചും എൻ്റെ അമ്മയെക്കുറിച്ചൊക്കെ. എൻ്റെ അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു പാവ അമ്മയെ ഞാൻ 100% പറയാം. ഇതുപോലൊരു തങ്കപ്പെട്ട ക്യാരക്ടർ, തനി തങ്കമായിരുന്നു എൻ്റെ അമ്മ. അപ്പോൾ ആ അമ്മയുടെ മക്കളാകുമ്പം ആരെയും ദ്രോഹിക്കാനൊന്നും പോകില്ല എന്ന് ഏകദേശം നിങ്ങൾക്ക് ഉദ്ദേശിക്കാമല്ലോ. അപ്പോൾ അത്രയും നല്ല, ഞാൻ എൻ്റെ അമ്മയായതുകൊണ്ട് പൊക്കി പറയല്ല, അത്ര ഇതാണ്. പിന്നെ അച്ഛനാണേലും അതെ, എല്ലാവരെയും സഹായിക്കുകയും ഹെൽപ്പ് ചെയ്യുകയും. അച്ഛനെക്കുറിച്ച് അച്ഛൻ മരിച്ചിട്ട് തന്നെ വർഷങ്ങൾ ആയി, എന്നിട്ടും ഇന്നും അതെ ആ അച്ഛൻ്റെ പേരിലാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. ശരിക്കും അച്ഛൻ്റെ വീട്ടിൽ കല്യാണത്തിന് റിസപ്ഷന് ചെന്നപ്പോഴേക്കും അച്ഛൻ മരിച്ചിട്ട് എൻ്റെ ചെറുതിലെ അച്ഛൻ മരിച്ചത്. എന്നിട്ട് ഇപ്പം ഞങ്ങൾ ചെല്ലുമ്പോഴും
അച്ഛൻ്റെ പേര് പറഞ്ഞ് ആ ഇന്ന ആളുടെ മോളാണ് എന്ന് പറഞ്ഞാണ് ഞങ്ങളോട് അപ്പോൾ ആ അച്ഛൻ അന്ന് എത്ര നല്ല വ്യക്തിയായിട്ടായിരുന്നിരിക്കാം ഇന്നും ആൾക്കാർ അച്ഛനെ ഓർത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെനിക്ക് ഭയങ്കര പ്രൗഡായിരുന്നു. ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട് മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് സന്തോഷം കൊണ്ട് ഞാനും അതേ ചേച്ചിക്കും ഒക്കെ ഭയങ്കര സന്തോഷമായി. പക്ഷേ ശരിക്കും അച്ഛനെക്കുറിച്ച് ഞങ്ങൾ ഓർത്ത നിമിഷങ്ങളാണ്. അതുകൊണ്ട് ഞാൻ പറയുവാണ്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഈ സന്തോഷം എന്നുള്ളൊരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാവരോടും. എല്ലാവരും വിഷമിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടമാണ്. പല കാര്യങ്ങളിൽ വിഷമിക്കുന്നവരുണ്ട്. ഒത്തിരി ചിലർ അസുഖങ്ങൾ കാരണം വിഷമിക്കുന്നുണ്ട്, ചിലർ മക്കളെ കൊണ്ട് വിഷമിക്കുന്നുണ്ട്, ഫാമിലി പല 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 പ്രശ്നങ്ങളുള്ളവരാണ്. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ കുറച്ചൊന്ന് നമ്മൾ തന്നെ ഒന്ന് ക്ഷമിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഓരോ പേരൻസും അതുപോലെ ആയിരിക്കണം. കുട്ടികൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ MDMAയും അതും ഇതും ഇതിനെക്കുറിച്ചൊക്കെ കേൾക്കും തോറും നമുക്ക് ഭയങ്കര വിഷമാവുക, പേടിയാവുക കുട്ടികളെയൊക്കെ കുറിച്ച് ഓർക്കുമ്പോൾ. അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു ഭാവിയുള്ള കുട്ടികളാണ്, നല്ല ബുദ്ധിയുള്ള കുട്ടികളാണ്. നമ്മളെപ്പോലെയൊന്നുമല്ല. നമ്മളൊക്കെ ജനിച്ചു വളർന്നപ്പോൾ നമുക്കൊക്കെ ഉള്ള ബുദ്ധിയുടെ 100 ഇരട്ടി ബുദ്ധിയാണ് കുഞ്ഞുങ്ങൾക്ക്. പറയണതിന് മുമ്പേ അവർക്ക് കാര്യങ്ങൾക്ക് മനസ്സിലാവുന്ന കുട്ടികളാണ്. ആ ബുദ്ധി അവർ പഠിത്തത്തിലേക്ക് വേണ്ടിയിട്ട് അവർ നല്ലതിന് വേണ്ടി വിനിയോഗിക്കുവാണെങ്കിൽ എത്ര നല്ലതായിരുന്നു. നമ്മുടെ ഈ ഇന്ത്യയിൽ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ടാവും ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ നല്ല പക്കയായിട്ട് വളർത്തുക. മനസ്സിൽ നമ്മൾ ആ ഒരു സന്തോഷത്തോടെ അവർക്ക് സന്തോഷം കൊടുക്കുക അല്ലേ. ഞാനും ഈ പറയണമെങ്കിലും എനിക്കും ദേഷ്യമൊക്കെ വരുമ്പോൾ ഞാൻ വഴക്കൊക്കെ പറയാറുണ്ട്. പക്ഷേ അങ്ങനെ വഴക്ക് പറയാൻ പോലും ഇപ്പം അവർക്ക് ഒരു ചെറിയതായിട്ടൊരു ഉപദേശം കേൾക്കാൻ പോലും അവർക്കിപ്പം സമയമില്ലെന്നുള്ളതാണ്. അവർക്ക് ഫുൾ ടൈം ഫോണിലാണ്, ഗെയിം കളിയാണ്. അപ്പോൾ ആ ഗെയിമൊക്കെ നിന്നിരുന്നെങ്കിൽ തന്നെ വലിയൊരു കാര്യമായിരുന്നു സത്യം പറഞ്ഞ്. ഈ ഗെയിമാണ് നമ്മുടെ കുട്ടികളെയൊക്കെ കുറേ മാറ്റിയെന്ന് വെച്ചാൽ അവർക്ക് ദേഷ്യമാണ് പെട്ടെന്ന്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കും അത് എൻ്റെ മോന് ഇച്ചിരി ഗെയിം കളിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവനെ നിർത്തിയെടുക്കണം എന്നുണ്ട്. പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് അവൻ ഭയങ്കര ഗെയിം കളിയാണ് എങ്കിൽ പോലും അവൻ പഠിക്കുന്ന സമയത്ത് പരീക്ഷയോട് അനുബന്ധിച്ച് അവൻ കുത്തിയിരുന്ന് പഠിക്കാറുണ്ട്. പക്ഷേ അതവനെ എന്നിട്ട് പ്രൂവ് ചെയ്ത് കാണിക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ എക്സാം എനിക്ക് അത്ര വലിയ അവൻ്റെ പഠിത്തം പോരാന്ന് തോന്നി. ഇനി റിസൾട്ട് വരുമ്പോൾ അറിയാം. ഇനി അവൻ പറയുന്നത് ഞാൻ അടുത്ത വർഷത്തേക്കുള്ളതെല്ലാം നന്നായിട്ട് പഠിച്ചോളാം എന്നൊക്കെ വാക്ക് തരുന്നുണ്ട്. എനിക്കറിയത്തില്ല. എന്തായാലും നമ്മുടെ മക്കളിലൊരു വിശ്വാസം നമുക്ക് വേണമല്ലോ. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ പോവുകയാണ്. അവൻ പറഞ്ഞ വാക്കുകളൊക്കെ ഞാൻ അതുപോലെ അങ്ങ് വിശ്വസിച്ചിരിക്കുകയാണ്. പിന്നെല്ലാം നമ്മൾ കുറേയൊക്കെ നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. നമ്മളുടെ എന്ത് പ്രശ്നങ്ങളും നമ്മൾ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതാത് ദൈവങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്ന ഏത് ദൈവത്തിനെയാണോ ആ ദൈവങ്ങളോട് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ദൈവം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതല്ല. അത് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുക. അപ്പോൾ ആ ശക്തിയെ നമ്മൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പറയുക നമ്മുടെ കുട്ടികൾക്ക് നന്മ വരണം എന്നും നമ്മുടെ കുട്ടികൾക്ക് നല്ല ബുദ്ധി തോന്നണമെന്നും നേർവഴിക്ക് പോകാനുള്ളൊരു മനസ്സും ഉണ്ടാവണമെന്നും നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ കുട്ടികൾ നേർവഴിക്ക് പൊക്കോളും. അങ്ങനെ ഇങ്ങനെയൊന്നും കുട്ടികൾ ചീത്തയാവില്ല. എനിക്ക് എൻ്റെ മോനിൽ പൂർണ്ണ വിശ്വാസമുണ്ട് അങ്ങനെ മോശമാകില്ല എന്നും. അപ്പോൾ അതുപോലെ ഓരോ പേരൻസിനും ഉണ്ടായിരിക്കണം. അപ്പോൾ അതുണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേരൻസ് നല്ല പോലെ കുട്ടികളുടെ കൂടെ നിൽക്കണം. അവർക്ക് വേണ്ട സന്തോഷങ്ങൾ കൊടുക്കണം. ഒപ്പം തന്നെ അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കണം. നല്ല ഉപദേശങ്ങൾ നൽകണം. ഉപദേശങ്ങളൊന്നും കേൾക്കാൻ കുട്ടികൾ നിൽക്കാറില്ല. എങ്കിൽ പോലും ഒന്ന് കുറച്ചൊക്കെ നമ്മൾ കാര്യമായിട്ട് ഇരുത്തി സ്നേഹിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ കേൾക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കണം. പിന്നെന്താ, ഞാൻ കുറേ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യണതാണ്. അത് പിന്നെ നിങ്ങൾ ഓർക്കരുത് ഇതെന്താ ഇങ്ങനെ. ഞാനിങ്ങനെ ഓരോ വീഡിയോസൊക്കെ എടുത്ത് വയ്ക്കും. എന്നിട്ട് കിട്ടുന്ന പോലെയൊക്കെ ഞാൻ അങ്ങോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പം ഞാൻ തിരുവാതിര ചെയ്യുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ആ തിരുവാതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എൻ്റെ അമ്മ പണ്ട് തിരുവാതിര കളിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അമ്മയുടെ മോളല്ലേ, അപ്പം ചെറുതിലേ തൊട്ടേ ഞാൻ ഡാൻസ്, തിരുവാതിര അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ചായിട്ട് എന്തായാലും വൈക്കത്തപ്പൻ്റെ നടയിലാണ് ഞാൻ ഫസ്റ്റ് തിരുവാതിര കളിക്കുന്നത്. പിന്നെ
അങ്ങനെ ഒരു ഭാഗ്യമാണ് എനിക്കുണ്ടായത്. അപ്പം അങ്ങനെ അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോട്, വീഡിയോയിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തതിനകത്ത് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈക്കത്തമ്പലത്തിൽ തിരുവാതിര കളിച്ചു. പിന്നെ ഇപ്പോൾ 3-4 സ്റ്റേജായി ഇപ്പോൾ കളിക്കാൻ തുടങ്ങിയിട്ട്. ചേർത്തല അമ്പലത്തിലാണ് ലേറ്റസ്റ്റായിട്ട് കളിച്ചത്. ഭയങ്കര രസമായിരുന്നു ചേർത്തല അമ്പലത്തിൽ കളിച്ചത്. അവിടെ അവർക്കെല്ലാവർക്കും വലിയ ഇഷ്ടമായി. അപ്പോൾ ഇനിയും ഞങ്ങൾക്ക് അടുത്ത വർഷത്തേക്കും കൂടെ പ്രോഗ്രാം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും അവർക്ക് ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. എന്തായാലും ദൈവാധീനം എന്ന് പറഞ്ഞാൽ മതി. ശരിക്കും തിരുവാതിര കളിക്കുമ്പോൾ ഞങ്ങൾ മനസ്സ് അലിഞ്ഞ് ശരിക്കും തിരുവാതിരയിലേക്ക് ചേർന്നാണ് കേട്ടോ കളിക്കുന്നത്. അത്രയ്ക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ളവർക്ക് എല്ലാവർക്കും അതുപോലെ തന്നെയാണ് അവരുമൊക്കെ അതെ. എല്ലാവരും ജോലിയിലും അല്ലാണ്ടും ഒക്കെ ഇരിക്കുന്നവരും ഒക്കെ അതെ. പഠിക്കാൻ വേണ്ടി വരുന്ന ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ ഒരാഗ്രഹം, എത്ര സമയമില്ലെങ്കിലും എല്ലാവരും ഓടി എത്തും എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതൊക്കെ ഒന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെന്താ, ഇങ്ങനെ ഫങ്ഷൻസുകളൊക്കെ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ട്. പിന്നെ കല്യാണ വർക്ക് ചെയ്യുന്നുണ്ട്. കല്യാണ വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതലും. ജീവിക്കണ്ടേ, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം കല്യാണ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കല്യാണ വർക്കുകൾ ഇങ്ങനെ റിസപ്ഷനും കല്യാണവും അങ്ങനെ ഒക്കെ ചെയ്യുന്നുണ്ട്. ചെറുതായിട്ട് ഒത്തിരി റേറ്റൊന്നും വാങ്ങിയുള്ള വർക്കൊന്നും അല്ല കേട്ടോ. അപ്പോൾ അധികം റീസണബിളായിട്ടുള്ള റേറ്റൊക്കെ ഞാൻ വാങ്ങാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കല്യാണ വർക്ക് ചെയ്യുന്നുണ്ട്. കുറേ നാളായി, ഒരു 2013 മുതൽ കല്യാണ വർക്ക് ചെയ്യാൻ തുടങ്ങിയതാണ്. ഞാൻ പണ്ടും ചെയ്യുമായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തും അടുത്തുള്ള വീട്ടിലൊക്കെ പലരെയും കല്യാണത്തിന് ഒരുക്കിയതും എൻ്റെ അച്ഛൻ്റെ വീട്ടിലെ മോളെ ഒരുക്കിയതും ഒക്കെ ഞാനാണ്. അപ്പോൾ അതൊക്കെ അവരെയൊക്കെ ഒരുക്കിയപ്പോഴൊന്നും ഞാനിങ്ങനെ ബ്യൂട്ടീഷ്യനൊന്നും പഠിച്ചിട്ടില്ല. സത്യത്തിൽ എനിക്ക് ഫേസിലൊരു ഇത് വിടുന്ന ഇഷ്ടമില്ല. ഞാനങ്ങനെ ചെയ്യാറില്ല. ഞാൻ ഈ ഒരു പൊട്ട്, ഒരു ലിപ്സ്റ്റിക്ക്, അതല്ലാണ്ട്, അതും ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കളറുള്ള ഒരു ഗ്ലോ, അങ്ങനെ അതേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ ഒന്നും മുഖത്ത് യൂസ് ചെയ്യാറില്ല. പക്ഷേ എനിക്ക് നല്ലൊരു ഒരുക്കാനൊക്കെ, എല്ലാവരെയും ഒരുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്, ഇഷ്ടമാണ്, ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ആരെങ്കിലുമൊക്കെ കാണുമ്പോഴത്തേക്കും ഈ ത്രെഡ് ചെയ്യാതെയൊക്കെ നടക്കണം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പിടിച്ച് ത്രെഡ് ചെയ്യണമെന്നൊക്കെ തോന്നും. ഭയങ്കര ഇഷ്ടമാണ്. മേക്കപ്പൊക്കെ ഭയങ്കര, എല്ലാവരും ഒരുക്കാനൊക്കെ ഇഷ്ടമാണ്. ഞാൻ കണ്ണെഴുതത്തില്ല, കണ്ടല്ലോ, ഇത് തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാനെങ്ങാനും കണ്ണെഴുതിയാൽ തീർന്നു. പിന്നെ ചേച്ചിമാരൊക്കെ എന്നെ കളിയാക്കും, കണ്ടമ്പൂച്ച കലത്തി ചാടിയ പോലത്തെ അവസ്ഥയാണ്, കരിയിലൊക്കെ പെരണ്ട പോലത്തെ അവസ്ഥയാവും. അപ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ട് ഞാനങ്ങനെ മേക്കപ്പ് എനിക്ക് ചെയ്യാറില്ല. പിന്നെ ഞാൻ ഡ്രസ്സിങ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. ഡ്രസ്സിങ് ഞാൻ അങ്ങനെ ചെന്ന് കയറി ഒരു ഡ്രസ്സ് എടുക്കാൻ ചെന്നാൽ എനിക്ക് ഡ്രസ്സ് കിട്ടാറില്ല. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഡ്രസ്സ് എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ആ ഡ്രസ്സ് മോശമായിരിക്കും. പക്ഷേ ഞാനിങ്ങനെ പോകുമ്പോൾ എവിടെയെങ്കിലും ഇങ്ങനെ കണ്ട് അങ്ങനെ കയറി ആണ് ഞാൻ ഡ്രസ്സ് എടുക്കാറുള്ളത്. അങ്ങനെ എടുത്താൽ മാത്രമേ എനിക്ക് കിട്ടാറുള്ളൂ. പിന്നെ എനിക്ക് നല്ല ഹൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചേരാതെയൊക്കെ വരും. അങ്ങനെയാണ്. അതുപോലെയാണ് ചെരുപ്പാണെങ്കിലും അതെ, എനിക്ക് ചേരുന്നൊരു ചെരുപ്പ് കിട്ടാറില്ല. എന്തിനൊരു വള പോലും എനിക്ക് കിട്ടത്തില്ല എനിക്ക് ചേരണമെന്ന് വെച്ചാൽ അതുപോലത്തെ കൈയാണ്. അതുകൊണ്ടാണ് കേട്ടോ. കാലാണേലും അതെ, കാലിൻ്റെ ഇങ്ങനെ ചെരുപ്പ് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്കിങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരുക്കമൊക്കെയാണ് ഇഷ്ടം. പിന്നെ ചിലപ്പം ഈ കുറച്ചൊക്കെ ഉള്ളൂ മുടി, അപ്പോൾ അത് കാരണം അതൊക്കെ എനിക്കിങ്ങനെ ഒരുങ്ങാനൊക്കെ ഞാൻ കുറേ ശ്രമിച്ചാലായിരിക്കും എൻ്റെ ഈ മുടി കെട്ടിയൊന്ന് ഇതാകുന്നത്. ചിലപ്പോൾ ഞാൻ വേണ്ട അഴിച്ചിട്ടേക്കാമെന്ന് വിചാരിച്ചൊക്കെ അങ്ങനെയൊക്കെ പോകും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ളൊരു ടോക്കിങ്ങാണ്. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കാണുകയും എൻ്റെ ഷോർട്സ് കാണുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നെക്കുറിച്ചുള്ള ചെറിയ ധാരണകളൊക്കെ നിങ്ങൾക്ക് വേണമല്ലോ. അപ്പോൾ അതുകൂടെ കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്മകൾ നേരുന്നു. ഒത്തിരി നല്ലത് വരട്ടെ. എല്ലാവരുടെയും നല്ല ദിവസങ്ങളാവട്ടെ എല്ലാം ഞാൻ പ്രാർത്ഥിക്കുവാണ്. എല്ലാവരും ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, പറയണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. അതുപോലെ കമൻ്റൊക്കെ ഇടുക, എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഇടുക. ഇപ്പം ഞാനാണെങ്കിൽ സത്യത്തിൽ കമൻറ്റിന് ഒന്ന് ലൈക്ക് ചെയ്യുക മാത്രമല്ല, ഞാൻ തിരിച്ച് റിപ്ലൈ തരാറുണ്ട്. എല്ലാവർക്കും റിപ്ലൈ തരാറുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്തോളൂ, ഞാൻ റിപ്ലൈ ചെയ്യാം. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ റിപ്ലൈ തന്നോളാം. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്മകൾ നേരുന്നു. താങ്ക് യു.